ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീൻ സ്കോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റേഷൻ കാർഡ് ഉടമകൾക്ക് ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങളുടെയും ഓണക്കിറ്റ് വിതരണത്തിൻ്റെയും വിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ഓഗസ്റ്റ് മാസത്തിൽ പതിവ് റേഷൻ വിഹിതങ്ങളല്ലാതെ മറ്റ് ആനുകൂല്യങ്ങളും ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റ് 1 തിങ്കളാഴ്ച മുതൽ ഓഗസ്റ്റ് റേഷൻ വിഹിതം ആരംഭിക്കുകയാണ്. ഒന്നാമതായി ഓഗസ്റ്റ് മാസത്തിൽ ഓരോ റേഷൻ കാർഡിനും റേഷൻ വിഹിതമായി എന്തെല്ലാം ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം. AAY മന്ന റേഷൻ കാർഡിന് പതിവ് പോലെ 30 കിലോ അരിയും 4 കിലോ ഗോതമ്പും സൗജന്യമായും, കൂടാതെ 6 രൂപയ്ക്ക് 1 പാക്കറ്റ് ആട്ടയും 1 കിലോ പഞ്ചസാര 21 രൂപയ്ക്കും ലഭിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ PMGKAY പദ്ധതി പ്രകാരം കാർഡിലുള്ള ഓരോ അംഗത്തിനും 5 കിലോ അരി സൗജന്യമായും ഈ മാസം ലഭിക്കും. PHH പിങ്ക് കാർഡിന് കാർഡിലുള്ള ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും കിലോയ്ക്ക് 2 രൂപ നിരക്കിൽ ലഭിക്കും. 6 രൂപയ്ക്ക് 1 പാക്കറ്റ് ആട്ടയും PMGKY പദ്ധതി പ്രകാരം കാർഡിലെ ഓരോ അംഗത്തിനും 5 കിലോ അരിയും സൗജന്യമായി ലഭിക്കും. നീല റേഷൻ കാർഡുകാർക്ക് 4 രൂപ നിരക്കിൽ കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി ലഭിക്കും. പരമാവധി 2 കിലോ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. വെള്ളക്കാർഡിന് റേഷൻ വിഹിതമായി ഈ മാസം 8 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. പാക്കറ്റിന് 17 രൂപ നിരക്കിൽ പരമാവധി 2 പാക്കറ്റ് ആട്ട വരെ ലഭിക്കും. ബ്രൗൺ റേഷൻ കാർഡിന് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ത്രൈമാസത്തിലെ മണ്ണെണ്ണ ജൂലൈ മാസത്തിൽ വാങ്ങാത്തവർക്ക് ഈ മാസം വാങ്ങാവുന്നതാണ്. നിലവിലെ സ്റ്റോക്ക് തീരുമ്പോൾ പിന്നീട് വരുന്ന മണ്ണെണ്ണയ്ക്ക് വർദ്ധിപ്പിച്ച നിരക്കിലുള്ള വിലയായിരിക്കും ഈടാക്കുക. 90 ലക്ഷത്തോളം വരുന്ന എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് മാസത്തിലുണ്ട്. 13 ഇനങ്ങൾ അടങ്ങിയ കിറ്റുകളാണ് കാർഡ് ഉടമകൾക്ക് ലഭിക്കുക. ഓഗസ്റ്റ് 10 ശേഷമായിരിക്കും കാർഡ് ഉടമകൾക്ക് ഇത് നൽകി തുടങ്ങുക. ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് ശേഷം തുടക്ക ദിവസങ്ങളിൽ മഞ്ഞ കാർഡ് ഉടമകൾക്കായിരിക്കും നൽകി തുടങ്ങുക. ശേഷം ഒരു 10 ദിവസത്തോളം പിങ്ക് കാർഡ് ഉടമകൾക്കും വിതരണം ഉണ്ടാകും. അതിനുശേഷം നീലവെള്ള കാർഡുകാർക്കും ഓണക്കിറ്റ് വിതരണം ചെയ്യും. ഓണത്തിന് മുമ്പായി എല്ലാവർക്കും ഓണക്കിറ്റ് വിതരണം ചെയ്ത് തീർക്കുവാനാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് ശ്രമിക്കുന്നത്. ഓണം പ്രമാണിച്ച് നീലവെള്ള കാർഡ് ഉടമകൾക്ക് സ്പെഷ്യൽ അരി പ്രതീക്ഷിച്ചെങ്കിലും അത് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല. അതുൾപ്പെടെയുള്ള കൂടുതൽ ആനുകൂല്യങ്ങൾ വരും ആഴ്ചകളിൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.